ഹായ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ടിക്ക മഞ്ചൂരിയനാണ്. ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് ക്യാപ്സിക്കം പല കളറ്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതിനുശേഷം ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളിയും ക്യാപ്സിക്കവും വലുതായിട്ട് അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ്, പിന്നെ ബീൻസ്, പിന്നെ ചെറുതായിട്ട് നുറുക്കിയ വെളുത്തുള്ളി, പിന്നെ ചെറുതായിട്ട് നുറുക്കിയ മുളക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എയർ ഫ്രൈയിങ് പാൻ, പ്രസ്റ്റീജിൻ്റെ എയർ ഫ്രയറിൽ ടിക്ക ഫ്രൈ ചെയ്യുകയാണ്. 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്, പക്ഷേ ഇവിടെ ഒരെണ്ണേ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഓപ്ഷൻ കൊടുത്താൽ മതി, അപ്പോൾ അത് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. ഒരു 15 മിനിറ്റ് 30 മിനിറ്റിൽ നമുക്ക് 2 ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും ഓയിൽ കാണില്ല. ഇതാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്ത ടിക്ക. ചെറുതാണ്, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കി ഒഴിക്കാം. ഓയിൽ ഏകദേശം ഒന്ന് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ചിലപ്പോൾ ഹൈ ഫ്ലെയിമിലും ചിലപ്പോൾ മീഡിയം ഫ്ലെയിമിലും ഇട്ടാണ് ചെയ്യേണ്ടത്. അതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നുണ്ട്, നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ. ജസ്റ്റ് ഒന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രീൻ ചില്ലി ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൊരിയാനായിട്ട് അതൊന്ന് വഴണ്ട് വരാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊന്ന് ശരിയാകുമ്പോൾ അതിലേക്ക് കുഞ്ഞിതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ഉള്ളി ഫുള്ളായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് അതൊന്നൊരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കാം, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കാം. ഞാനിപ്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട്. അതുപോലെ തന്നെ ഇതിൽ കോക്കനട്ട് ഓയിലും അല്ലാത്ത ഓയിൽസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതിൽ യൂസ് ചെയ്യുന്നെങ്കിൽ പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ ആകുമ്പോൾ ഒരു ഹാഫ് കുക്ക്ഡായിട്ട് കിട്ടും നമ്മൾ ടിക്ക ഇടുമ്പോഴേക്കും. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് നുറുക്കിയതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വലുതായിട്ട് നുറുക്കിയ ഉള്ളിയും സവാളയും ക്യാപ്സിക്കവും ലാസ്റ്റ് ഗാർണിഷിങ് ടൈം ആകുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഉപ്പ് തൂക്കി കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് വേവാനായിട്ട് ഉപ്പ് തൂക്കി കൊടുക്കുക ആവശ്യത്തിന്. കാരണം ടിക്കയിൽ ഓൾറെഡി ഉപ്പ് കാണും. ഞാൻ മക്കീൻസിൻ്റെ ടിക്കയാണ് ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് എളുപ്പമുണ്ട്, ജസ്റ്റ് എയർ ഫ്രൈ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് ഒരല്പം പഞ്ചസാര തൂക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് ബ്രൗൺ ആകാനാണ് നമ്മൾ ഈ പഞ്ചസാര ഒന്ന് തൂക്കി കൊടുക്കുന്നത്. പിന്നെ ഒന്ന് ബാലൻസ് ആവും, ഉപ്പും മധുരവും വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ആയി കിട്ടും. പുളിയും ഒക്കെ നമ്മളിനി ഒരുപാട് ചേർക്കുന്നതല്ലേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് നന്നായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കത് കിട്ടുന്നുണ്ട്, ആ ഒരു വെളുത്തുള്ളിയും ആ ഒരു ഉള്ളിയും
എല്ലാം കൂടെ ഇത് വരുമ്പോൾ പിന്നെ നമ്മൾ ഒരു അടപ്പ് വിനീഗർ ഫസ്റ്റ് ഒഴിച്ചിട്ട് പിന്നെ 2 അടപ്പായിട്ട് യൂസ് ചെയ്തു. കാരണം ഒരടപ്പിൽ കുറച്ചല്ലേ കൊള്ളുള്ളൂ. അപ്പം 2 അടപ്പായിട്ട് നമ്മൾ വിനീഗർ കൊടുത്തു. അതിനുശേഷം ലൈറ്റ് സോയാ സോസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾ പർപ്പസ് സോയാ സോസും യൂസ് ചെയ്യാം. ഞാൻ ലൈറ്റ് സോയാ സോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള ആ ടിക്ക വച്ചിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. എനിക്കിപ്പോൾ 2 ബാച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യത്തിന് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഇപ്പം ഗോബി മഞ്ചൂരി ആണെങ്കിലും അല്ലെങ്കിൽ ചില്ലി ചിക്കൻ ആണെങ്കിലും അത് ആ ഇടുന്ന കണ്ടൻറ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ബാക്കി സോസ് അല്ലെങ്കിൽ ഗ്രേവി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ കുറച്ചൊരു ഇംബാലൻസിങ് പോലെ വരും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സോയ സോസ് ഒഴിച്ചതിന് ശേഷം. അപ്പോൾ അതിൻ്റെ കളറും ഒന്നൊക്കെ ടെക്സ്ചറൊക്കെ മാറി തുടങ്ങി. അപ്പോൾ നമ്മൾ കിസാൻ്റെ ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്. അതും നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് സോട്ടാവും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ ഈ സോസ് ഗ്രേവിയാണ്. ഇതിൽ നമ്മൾ ഒരു ഇംബാലൻസിങ് വന്നു കഴിഞ്ഞാൽ അതിൽ ഫുള്ളത് നമുക്കറിയാൻ പറ്റും. ആ ഒരു കുത്തൽ കാണും ടേസ്റ്റിൽ. നന്നായിട്ട് ഇളക്കുക. ആ ഒരു ഫുൾ സോസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അതിലേക്ക് പിടിപ്പിക്കുന്ന രീതിയിൽ ഇളക്കുക. ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടായാൽ പിന്നെയും നമ്മൾ അതിനനുസരിച്ച് ഉപ്പും എല്ലാം ഇടേണ്ടി വരും. സോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇടാം, ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഞാനിതിലേക്ക് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതൽ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ തന്നെ കുരുമുളക് പൊടിയോ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എരി പോരാൻ തോന്നുന്നെങ്കിൽ അപ്പോഴും കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്ക് തിളച്ച് വരും അത്. അപ്പോൾ ഇതൊന്ന് കുറുകണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് പോരെന്ന് തോന്നുന്നെങ്കിൽ ഉപ്പ് കുറച്ച് തൂക്കി കൊടുക്കുക. എനിക്ക് അപ്പോൾ ഉപ്പും കുറച്ച് കുറവാണെന്ന് തോന്നി. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാനൊന്ന് ഫ്ലേവറിനായിട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പം ഒന്ന് കുറുകണം അത്. അപ്പോൾ കുറുകാനായിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോറിൻ്റെ യൂസ് ചെയ്യാം, പൊടി യൂസ് ചെയ്യാം, പൗഡർ. അല്ലെങ്കിൽ മൈദാപ്പൊടി യൂസ് ചെയ്യാം. ഞാനിവിടെ വീറ്റ് പൗഡറാണ്, നമ്മുടെ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആശീർവാദിൻ്റെ. അത് ഞാൻ കുറച്ച് ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് പോലും അത് നന്നായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ടെക്സ്ചർ മാറി കുറുകി വന്നു. ഒരുപാട് കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ശരിക്ക് കട്ടിക്ക് വെള്ളം ചേർത്തിട്ട് ഒഴിക്കുന്നത്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഗ്രേവിയിൽ ടിക്ക നമ്മൾ ഏത് കണ്ടൻ്റാണോ ഇടുന്നത് അത് ഇതിനകത്ത് ഗ്രേവി ഫുൾ വലിച്ചെടുക്കും ഓൾറെഡി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ. അപ്പം കുറച്ചേ കുറുകേണ്ടതുള്ളൂ. നമ്മൾ ഇടുന്ന ആ ഒരു കണ്ടൻറ്റ് എന്താണോ അത് അതിൻ്റെ ടെക്സ്ചർ. ഇപ്പം മൈദാമാവിൽ മുക്കിയായിരിക്കും നമ്മൾ കോളിഫ്ലവറൊക്കെ പൊരിക്കുന്നത്, അല്ലെങ്കിൽ ചില്ലി ചിക്കൻ പൊരിക്കുന്നത്. അത് ഓൾറെഡി അത് ഇതിനകത്തോട്ട് ഇടുമ്പോൾ ഗ്രേവി അത് അബ്സോർബ് ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് തൂക്കി കൊടുത്താൽ മതി. ഇപ്പോൾ വീറ്റ് ഫ്ലോർ ആണെങ്കിലും അല്ലെങ്കിൽ കോൺഫ്ലോർ ആണെങ്കിലും എന്താണെങ്കിലും കുറച്ച് തൂക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഗ്രേവി കാണില്ല, ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നന്നായിട്ട് അതൊന്ന് കുറുകി വരുന്നുണ്ട്. കുറുകി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടിക്ക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല
ഒരു ഭംഗിയായിട്ട് വരും. നല്ലൊരു കാണാൻ തന്നെ ഒരു ഭംഗിയാണിത്. ഇളകിയ ഒരു ഫുൾ ഗ്രേവി അതിലേക്ക് വരുമ്പം ഇതിൽ ഫുൾ പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡിലും കിട്ടുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഞാനിതിൽ ഒരു ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം കാണിക്കാം. ഇപ്പോൾ ടൈമില്ല. ഫ്രൈഡ് റൈസും സെയിം ഒരു റെസിപ്പി തന്നെയാണ്. പക്ഷേ നമ്മൾ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന അത്രയും ടൈം എടുക്കില്ല. ഞാൻ രണ്ടും കൂടെയാണ് കോംബോ, വെജ് ഫ്രൈഡ് റൈസ് ആൻഡ് ടിക്ക മഞ്ചൂരിയൻ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ഭയങ്കര ഈസിയാണ്. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ചുമ്മാ സ്നാക്സിനായിട്ട് വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് ടിക്ക മക്കീൻ്റെയൊക്കെ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് എൻ്റെ വെജ് ഫ്രൈഡ് റൈസ് ആൻഡ് ടിക്ക മഞ്ചൂരിയൻ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നല്ലൊരു റെസിപ്പിയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. Until then, bye.